തന്റെ ക്ലാസ്സിൽ കയറേണ്ടതിന് പകരം മറ്റൊരു ക്ലാസ്സിൽ ഒരു വിദ്യാർത്ഥി കയറും. ഓർമ്മപ്പിശവ് കൊണ്ട് സംഭവിച്ചതാണ്. ക്ലാസ്സിലേക്ക് അധ്യാപകൻ കയറി വന്നു. സ്കൂളിലെ ഏറ്റവും ഗൗരവക്കാരനും കണക്കധ്യാപകനുമാണ് കയറി വന്നത്. തലേ ദിവസം പഠിപ്പിച്ച പാഠഭാഗങ്ങളെ അധ്യാപകൻ കുട്ടികളോട് ചോദിച്ചു. അപരിചിതനായ ആ വിദ്യാർത്ഥിയോടും തലേ ദിവസത്തെ ചോദ്യങ്ങൾ ചോദിച്ചു. ഉത്തരം അറിയില്ലായിരുന്നു. അധ്യാപകൻ വിദ്യാർത്ഥിയെ അതിശക്തമായി തല്ലുന്നു. മറ്റു വിദ്യാർത്ഥികൾക്കിടയിൽ വെച്ച് അപമാനിക്കുകയും ചെയ്യുന്നു. മാസങ്ങൾ കഴിഞ്ഞു പോകുന്നു. സ്കൂളിലെ വാർഷിക പരീക്ഷയുടെ ഫലം വരുന്നു. റിസൾട്ട് പ്രഖ്യാപിക്കപ്പെടുന്നു. ഏറ്റവും കൂടുതൽ മാർക്ക് ലഭിച്ച വിദ്യാർത്ഥിയെ സ്റ്റേജിലേക്ക് വിളിക്കുന്നു. സമ്മാനം നൽകുന്നത് സ്കൂളിലെ മുതിർന്ന അധ്യാപകനും കണക്ക് മാഷുമാണ്. അദ്ദേഹം വിദ്യാർത്ഥിയെ കണ്ടപ്പോൾ അമ്പരന്ന് പോയി. മാസങ്ങൾക്ക് മുമ്പ് തന്റെ ക്ലാസ്സിൽ കയറി വന്ന് കണക്ക് ചോദിച്ചപ്പോൾ കണക്കറിയാതെ തന്റെ കയ്യിൽ നിന്ന് തല്ലുവാങ്ങിയ വിദ്യാർത്ഥിയാണ് മുന്നിൽ നിൽക്കുന്നത്. അഭിമാനത്തോടെ ആ അധ്യാപകൻ വിദ്യാർത്ഥിക്ക് സമ്മാനം നൽകിക്കൊണ്ട് വിദ്യാർത്ഥിയുടെ കൈ പിടിച്ച് കുലുക്കിക്കൊണ്ട് പറഞ്ഞു, മോനെ, ഇനിയും നീ ഒരുപാട് ഉയരങ്ങളിലേക്ക് വളരാനുണ്ട്. ആ വിദ്യാർത്ഥിയുടെ പേര് പിന്നീട് ലോകം കേട്ടത് ഡോക്ടർ APJ അബ്ദുൽ കലാം എന്നായിരുന്നു. ഇന്ത്യയുടെ 11ാമത്തെ രാഷ്ട്രപതിയും മിസൈൽ മാൻ എന്ന പേരിലും അറിയപ്പെട്ട ഡോക്ടർ APJ അബ്ദുൽ കലാം ലോകത്തെ യുവാക്കൾക്ക് എന്നും ഒരു ആവേശമാണ്. വിദ്യാർത്ഥികൾക്ക് പഠിക്കാനും ചിന്തിക്കാനും ഒരുപാട് വചനങ്ങൾ നൽകിക്കൊണ്ടാണ് ഈ ലോകത്ത് നിന്ന് അദ്ദേഹം വിട പറഞ്ഞിട്ടുള്ളത്. പ്രിയമുള്ള വിദ്യാർത്ഥികളോട് ആ മഹാനുഭാവന്റെ ജീവിതം നമുക്ക് മാതൃകയാക്കാം. നമ്മുടെ അധ്യാപകരിൽ നിന്ന് നാം നേരിടേണ്ടി വരുന്ന അപമാനങ്ങളോ ശിക്ഷകളോ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടാനുള്ള, പഠനം അവസാനിപ്പിക്കാനുള്ള, മറ്റു മേഖലകളിലേക്ക് തിരിയാനുള്ള ഒരു അവസരമായി നാം കാണാതെ ആ അധ്യാപകരോട് ഏറ്റവും നല്ല രീതിയിൽ, ഏറ്റവും മാന്യമായ രീതിയിൽ നമുക്ക് പ്രതികാരം ചെയ്യാം. നന്നായി പഠിച്ചുകൊണ്ട് വഴക്കു പറഞ്ഞ അധ്യാപകന്റെ കയ്യിൽ നിന്ന് തന്നെ പ്രശംസയും സമ്മാനവും ഏറ്റുവാങ്ങുന്ന ഒരു നല്ല വിദ്യാർത്ഥിയായി നമുക്കും വളരാം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.